ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ വിചാരിക്കും നൈനൂട്ടി എന്താ തിരയുന്നതെന്ന്. പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ ചേട്ടൻ എണീക്കുന്നതിന് മുന്നേ എന്തെങ്കിലും പലഹാരമോ മിഠായോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തന്നെ കൈക്കലാക്കണം എന്ന വിചാരത്തിലാണ് മൂപ്പര് തരയുന്നത് കേട്ടോ. ഇവിടെ പലഹാരം അങ്ങനെ കാര്യമായിട്ട് കൊണ്ടാക്കാറില്ല, വെറുതെ ഒരു തപ്പൽ. പിന്നെ അങ്ങനെ ഞങ്ങൾ ചായ കാച്ചിട്ടോ. രാവിലെ ഞങ്ങൾക്ക് ദോശയാണിന്ന്. ദോശയാകുമ്പോൾ എപ്പോഴും ഇങ്ങനെ മുരിഞ്ഞ ദോശ കഴിക്കാൻ ഇഷ്ടം. ഈ ചുട്ടപ്പടി തന്നെ കഴിക്കുമ്പോൾ നല്ലൊരു സ്വാദാണ്. അതുകൊണ്ട് മോള് ഇത് അടുപ്പിൻ്റെ അടുത്ത് തന്നെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ചുടുമ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് കുഞ്ഞി ദോശ മതി. അപ്പോൾ ഞാൻ കുഞ്ഞി ദോശ ഉണ്ടാക്കുകയാണേ. മോൾക്കുള്ള ദോശയിൽ ഞാൻ കുറച്ച് നെയ്യാക്കും കേട്ടോ. നെയ്യ് ബുദ്ധിക്ക് നല്ലതാണല്ലോ, അതുകൊണ്ട് ഞാൻ മോൾക്ക് ദോശയിൽ കുറച്ച് നെയ്യാക്കി കൊടുക്കും. മോൻ എണീറ്റില്ല കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും അവിടെ തന്നെ ഇരുന്ന് ചായ കുടിച്ചു. പിന്നെ പുറത്ത് വണ്ടീൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ അച്ഛൻ വന്നിട്ടുണ്ടെന്ന്. അച്ഛൻ വന്ന് കേൾക്കുമ്പോഴത്തേക്ക് നൈനൂട്ടി ഫുഡ് അവിടെ ഒരൊറ്റോട്ട് ഓടിക്കും കേട്ടോ. ഓടിയിട്ട് എന്താ അച്ഛൻ എനിക്ക് കൊണ്ടുവന്നത് ചോദിച്ചു. അച്ഛനവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റംബൂട്ടാൻ കൊണ്ടുവന്നു. റംബൂട്ടാൻ കിട്ടിയപ്പോൾ മോളെ സന്തോഷം കണ്ടില്ലേ. അവളറിയാം നെയ്തിട്ടപ്പെടുത്തി കുറേ ഷോക്കെ കാണിക്കുന്നുണ്ട് അവൾ. ഏട്ടൻ നാട്ടിലില്ലായിരുന്നു, ചെന്നൈയിലൊരു എക്സിബിഷൻ ഉണ്ടായിരുന്നു, അതിന് പോയതാട്ടോ. എല്ലാവരും വിചാരിക്കട്ടെ ഇവിടെ നിന്ന് രാവിലെ തന്നെ പോയി വരുന്നതെന്ന്, അതുകൊണ്ട് പറഞ്ഞതാണേ. അങ്ങനെ സൺഡേ അല്ലേ, സൺഡേ ആയതുകൊണ്ട് 10 മണിക്കാണ് മോന് പാട്ട് ക്ലാസ് പോകാനുള്ളത്. അതുകൊണ്ട് ഞാൻ മോനെ കെണിയിപ്പിച്ച് പെട്ടെന്ന് റെഡി ആവുക കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ എത്ര നേരം ഉണ്ടെങ്കിലും 10 മണിക്ക് ക്ലാസ്സിലാണ് ഞങ്ങൾ 9:55 സാധാരണ ഇറങ്ങാറ്. അവിടെ എത്തുമ്പോൾ 10:05 കേട്ടോ. എന്നാലും പാട്ട് തുടങ്ങിയിട്ടില്ല, കറക്റ്റ് ടൈമിന് ഞങ്ങൾ എടുത്തു കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കിതാ ഒരു ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. എല്ലാ ആഴ്ചയും ഞങ്ങൾ പോകുന്ന സ്ഥലമാണ് ഈ ബാർബർ ഷോപ്പിൽ. മോന് 1 മണിക്കൂർ ഞങ്ങൾ അവിടെ കാത്തു നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ പോയിട്ട് മുടി വെട്ടി വരും. പിന്നെ അവൻ വന്നു. അവൻ എതിരെ വന്നത് ഞാൻ കണ്ടില്ല കേട്ടോ. വണ്ടി കയറിയത് ഞാൻ കണ്ടുള്ളൂ. അങ്ങോട്ട് പോകുന്ന ആളായിരിക്കില്ല, വരുമ്പോൾ ഇങ്ങോട്ട് വരുന്നത്. വളരെ സന്തോഷത്തിലായിരിക്കും. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. ഇനി പണി എന്താ ഷടപടയെ തീർക്കാനുണ്ട്. ചോറാക്കണം, കറിയാക്കണം, എല്ലാ പണികളും കിടക്കുന്നുണ്ട്. സമയം 12 മണിയായി. അതിൻ്റെ ഉള്ളിൽ 1 മണി 1:30 ആകുമ്പോഴത്തേക്കെങ്കിലും ചോറുണ്ടാക്കണം എന്ന് എനിക്ക് ആഗ്രഹം. നടക്കുമോ നോക്കാം. അതിനെ ഞാൻ വേഗം ചോറിന് ആദ്യം വെള്ളം വെച്ചിട്ടോ. പിന്നെ നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ ചിക്കൻ ഇരിപ്പുണ്ടായിനെ. ചിക്കൻ പൊരിച്ചാലോ എന്നായി. അങ്ങനെ ഞാൻ ചിക്കൻ പൊരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ആദ്യം പാത്രത്തിൽ ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് മുളകും മഞ്ഞളും ഉപ്പും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് അവിടെ വെച്ച്. പിന്നെ അത് കഴിഞ്ഞ് ഇനി ഞാൻ പച്ചക്കറി ആയിട്ട് ഉണ്ടാക്കുന്നത്. പച്ചക്കറിയിൽ ഏട്ടനൊക്കെ ഇഷ്ടം പരിപ്പ് മുളക് ഇട്ടതാണ്. അതായത് ഞാൻ പരിപ്പും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് ഒരു കറി വെക്കാൻ വിചാരിച്ചു. പിന്നെ ഉപ്പേരി ഉണ്ട്. അതായത് പച്ചക്കറിയിൽ കുറച്ച് പുളിയോടി ചേർക്കണം കേട്ടോ. പിന്നെ ഞങ്ങൾ ചോദിക്കും പരിപ്പ് കറി എങ്ങനെയാണ് വെച്ചതെന്ന്. അതോടെ ഞാൻ വിശദമായിട്ട് പറഞ്ഞത്. അതിൻ്റെ ഉള്ളിൽ കൂടെ എനിക്ക് വിശപ്പ് ഓടിട്ടോ. വിശപ്പ് വന്നാൽ എനിക്ക് പിന്നെ നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ അവിടുന്ന് ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ച്. അങ്ങനെ ചോറിന് വെള്ളം തിളച്ച് അരിയിട്ട് കറി അടുപ്പത്ത് വെച്ച്. പിന്നെ മറ്റേ അടുപ്പിൽ നമ്മൾ ഒരു പാന് ചൂടാക്കി നേരത്തെ കുഴച്ച് വെച്ച ചിക്കൻ ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്ത് നല്ലോണം മൊരിച്ചെടുക്കണം കേട്ടോ. ആ മണം അടിക്കുമ്പോഴത്തേക്ക് വീട്ടിലുള്ള എല്ലാവരും ഓടിയെത്തി. അമ്മേ ചോറായോ എന്ന് ചോദിച്ച്. അങ്ങനെ ഞങ്ങൾ ചോറ് കഴിക്കായിരുന്നു കേട്ടോ. എല്ലാ പണിയും കഴിഞ്ഞ് ഞാൻ കുറച്ച് റെസ്റ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പം എന്നോട് പറഞ്ഞത് മുറ്റത്ത് വഴുക്കുണ്ട്, നമുക്ക് മുറ്റം കഴുകാൻ. ഞാൻ പറഞ്ഞില്ല, നാളെ കഴുകാം. പക്ഷേ അതൊന്നും കേട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, അമ്പാനെ പോയി തോക്കെടുക്കടാന്ന്. അപ്പോൾ വാട്ടർ ഗണ്ണാട്ടോ ഉദ്ദേശിച്ച്. അങ്ങനെ ഏട്ടൻ പോയി ഗണ്ണെടുത്ത് വരുന്നുണ്ട് കേട്ടോ. ഇന്ന് മുറ്റം കഴുകാനാണ് പരിപാടി. അതിൻ്റെ കൂടെ കാറും ഒക്കെ കഴുകാനുണ്ട്. അമ്പാടി കുറേ ഗോഷ്ടിയൊക്കെ കാണിക്കുന്നുണ്ട്. മേലോട്ടൊക്കെ വെടി വയ്ക്കുന്ന ഏട്ടൻ വണ്ടിയൊക്കെ കഴുകുന്നുണ്ട്. ഇത് രൂപേശ്വരൻ്റെ ഫ്രണ്ടാണ്. മൂപ്പര് വണ്ടിയൊക്കെ. വൈകുന്നേരമായപ്പോൾ ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പർച്ചേസിങ്ങാണ്. നാളെ ഏട്ടനൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിങ്ങിന് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടൗണിലേക്ക് വിട്ടു. സൂഡിയോന്നാണ് കേട്ടോ ഡ്രസ്സ് എടുക്കുന്നത്. അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ വിട്ടുപോയിണ്ടേ. അപ്പോൾ ഞങ്ങൾ ടൗണിൽ പോയി ജ്യൂസൊക്കെ കുടിച്ച്. അതായത് ഇപ്പോൾ എനിക്ക് ട്രെൻഡിങ്ങായ കണ്ണൂർ കോക്ടെയിലാണ് കേട്ടോ ഇഷ്ടം. ഹെൽത്തിയാണ്, അതുകൊണ്ട് ഞാൻ കോക്ടെയിൽ വാങ്ങി കുടിച്ചു. പിന്നെ വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ അത്രയല്ലേ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.